എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ അജന്യൻ്റെ വീട്ടിൽ കൂടെല്ലാം പോകട്ടെ. അജന്യ ടീച്ചറുടെ വീട്ടിൽ കൂടെയാണ്. അപ്പോൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ആദ്യം നമുക്ക് അനുഷ്ഠാനൊന്ന് പോയി നോക്കണം. അപ്പോൾ അതിന് വേണ്ടി അവിടെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് വീടും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുങ്ങി പിടിച്ച് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ അനുഷ്ഠേൻ്റെ വീട്ടിൽ പോയിട്ട് അനുഷ്ഠേനെ കൂടി കൂട്ടാണ്. ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് പോകുന്നത്. ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു ഒന്ന് ചിരിച്ചൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്നെ അങ്ങ് ചിരിച്ചിങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മതിയോ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ അനുഷ്ഠയുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അനുഷ്ഠ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അങ്ങനെ അവളെയും കൂടെ കൂട്ടി ഞങ്ങൾ 3 പേരുതാ നമ്മൾ അർജന്യൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അർജന്യൻ്റെ വീട് നമ്മൾ മുള്ളമ്പത്താണ് വരുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്. വീടൊക്കെ സൂപ്പറാണ്. അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പിന്നെ എടുക്കാം. ഇന്ന് വീട്ടിൽ കൂടുതലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗിഫ്റ്റൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ പോവായിരുന്നു. എൻ്റെ കാലിന് എന്തോ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഞൊണ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറുകയാണേ. അതന്നെ നമ്മുടെ അജൻ്റെ ഭയങ്കര തിരക്കാണ്. നമ്മൾ വീടും പരിസരമൊക്കെ ഫുള്ളായിട്ട് എടുക്കാമെന്ന് കരുതിയാൽ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ക്യാമറയും പൊക്കി പിടിച്ച് വരുമ്പോൾ ഇവരാരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഓടി വരും കേട്ടോ. നല്ല ശിവമോൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അജൻ്റെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കലൊന്നും നടക്കില്ല. കാരണം അവർക്ക് എല്ലാവരും ഇങ്ങനെ സ്വീകരിക്കണമല്ലോ. ഇതാ ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യുവതികളാണ് ഈ മുന്നിലിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്ലേറ്റിലോട്ട് നമ്മുടെ ഇലയിലോട്ട് ബിരിയാണി വരികയാണ്. നല്ല ബീട്രൂട്ട് അച്ചാർ, അതുപോലെ തന്നെ നമ്മുടെ നാടൻ കല്യാണ വീടുകളിലെ എന്താ പറയേണ്ടത് ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു ബിരിയാണിയാണ് ഇതെന്ന് പറയുന്നത്. സൂപ്പറായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ തട്ടി മറിക്കുന്നുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യണം, ഒന്ന് അകത്ത് കയറി എല്ലാവരും കണ്ട് നമുക്ക് പോകേണ്ട പരിപാടി നോക്കണം. ഇതാണ് നമ്മുടെ വീട്ടുകാർ. ഹലോ ഗീഷ് പറയുവാ. ശിവമോളെ കണ്ടെത്തിയിട്ടുണ്ട് ഗായ്സ്. ശിവമോൾ ഹലോ പറയും. ഹായ്, ഞാൻ ഉറങ്ങുമായിരുന്നു പറഞ്ഞു. അതെ അയ്യേ കുറവാ പറ ഞാൻ ഉറങ്ങുമായിരുന്നു. സോറി ഫോർ ദി ലേറ്റ് കമ്മിങ് എന്ന് പറഞ്ഞു. ഹായ് ബ്ലഷ് ഇട്ട് പല സുന്ദരായി. അപ്പുറത്തെ കാള് കൊടുത്താ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളിതാ യാത്ര പറയേണ്ട പരിപാടിയിലാണ്. എല്ലാവരും കൂടെ യാത്ര പറയാൻ വേണ്ടി നിരന്ന് നിൽക്കുകയാണ്. സോ നമ്മൾ കുത്തി നിറച്ച് വണ്ടിയിൽ നിറയെ ആൾക്കാരായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബാക്കി നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൂടെ പോകുന്ന വഴിക്ക് ആ ടൗണിൽ ഇറക്കാമെന്ന് കരുതി ഇവരൊക്കെ അട്ടിയിട്ട പോലെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇവരെ കാണിക്കേണ്ട ശ്രമമാണ് ഈ കാണുന്നത്. അങ്ങനെ വീടിനോട് ടാറ്റ ബായി പറഞ്ഞ് ഇവരെ നമ്മളെ കക്കട്ട് ടൗണിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇതിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. ഇനി നേരെ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.